ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബ്രെയിൻ ഫ്രൈ ആയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമുക്ക് ബീഫിൻ്റെയോ അതല്ലെങ്കിൽ മട്ടൻ്റെയോ ഒക്കെ തലച്ചോറ് എടുക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഈ ഒരു വീഡിയോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പോൾ എന്തായാലും നമുക്ക് റെസിപ്പിയിലോട്ട് പോകാം. അപ്പോൾ ആദ്യം ഈ ബ്രെയിൻ ക്ലീൻ ചെയ്യുന്നത് ജസ്റ്റ് ഒന്ന് കാണിക്കാം കേട്ടോ, ഫുള്ളായിട്ടൊന്നും കാണിക്കുന്നില്ല. അപ്പോൾ പലർക്കും അറിയാത്തതുണ്ടാകും ഇതെങ്ങനെ ക്ലീൻ ചെയ്യണം എന്നുള്ളത്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് കാണിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു ബ്രെയിൻ ഒരു പാത്രത്തിലേക്ക് എടുത്തിട്ട് അതിലോട്ട് നല്ല ചൂടുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. തിളക്കൊന്നും വേണ്ട, അത്യാവശ്യം നല്ല ചൂടുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ നമുക്കിത് പെട്ടെന്ന് ക്ലീൻ ചെയ്തെടുക്കാൻ കഴിയും. നമുക്കിങ്ങനെ കൈ വെച്ചിട്ട് അതിൽ മുക്കാൻ കഴിയുന്ന വിധത്തിലുള്ള ചൂടായിരിക്കണം കേട്ടോ. എന്നിട്ട് നമ്മൾ ഇതിൻ്റെ മുകളിൽ ഒരു പാട പോലെ ഉണ്ടാകും, അതൊന്ന് വലിച്ച് കളയുകയാണ് വേണ്ടത്. എടുത്തിട്ട് വലിച്ചെടുത്ത് കളയുകയാണ്. അതുപോലെ തന്നെ ചില ഭാഗങ്ങളിലൊക്കെ ബ്ലഡ് കോട്ടായ പോലെ നിൽക്കുന്നുണ്ടാകും, ബ്ലഡിൻ്റെ കട്ടകൾ നിൽക്കുന്നുണ്ടാകും. അതൊക്കെ ഒന്ന് എടുത്ത് കളഞ്ഞിട്ട് ക്ലീൻ ചെയ്യുകയാണ് വേണ്ടത് കേട്ടോ. മെയിനായിട്ട് ഇതിൻ്റെ മുകളിൽ ഒരു പാട പോലെ ഉണ്ടാകും, കണ്ടില്ലേ, ഒരു നൂല് പോലെ ഒരു സംഭവം, അതിങ്ങനെ എടുത്ത് കളയണം. അപ്പോൾ ഇതിങ്ങനെ ചെറിയ ചെറിയ പീസുകളാക്കിയിട്ട് അങ്ങനെ എടുത്ത് ചെയ്യുമ്പോൾ, ക്ലീൻ ചെയ്യുമ്പോൾ നമുക്ക് സുഖമായിട്ട് പെട്ടെന്ന് അത് ചെയ്യാൻ പറ്റും. വലിയ പ്രയാസമൊന്നുമില്ല കേട്ടോ. അത് കാണുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നും പ്രയാസമുണ്ടെന്ന്. വലിയ പ്രയാസമൊന്നുമില്ല, പെട്ടെന്ന് ക്ലീൻ ചെയ്തെടുക്കാൻ കഴിയുന്നത് തന്നെയാണ്. അപ്പോൾ അതെല്ലാം അങ്ങനെ ക്ലീൻ ചെയ്തിട്ട് നമുക്ക് ഇതൊന്ന് പീസാക്കി എടുക്കാം. അപ്പോൾ ഒരുപാട് ചെറിയ പീസാക്കേണ്ടതില്ല കേട്ടോ, ഒരു മീഡിയം സൈസ് പീസാക്കിയാലും മതി. ഇനി നമുക്കിത് റെഡിയാക്കി എടുക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാനൊരു 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒരു പാനിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലോട്ടൊരു 2 ചെറിയ സവാള ഇതുപോലെ കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ഇത് നന്നായി വഴറ്റിയെടുക്കണം കേട്ടോ. നല്ല ബ്രൗൺ കളറായിട്ട് നല്ല എണ്ണയിൽ കടന്നിട്ട് നല്ല മൊരിഞ്ഞ് വരണം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഞാൻ ഈ സമയത്ത് തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ സവാള പെട്ടെന്നൊന്ന് വഴന്ന് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഈ ഒരു മസാല നന്നായിട്ട് ഡ്രൈ ആയി നല്ല വഴന്ന് വന്നാലേ ഉള്ളൂ നമ്മുടെ ഈ ഒരു ബ്രെയിൻ ഫ്രൈക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടട്ടെ. അതുകൊണ്ടാണ് സവാള നന്നായിട്ട് വഴന്ന് വരണമെന്ന് പറഞ്ഞത്. ഇനി ഇതിലോട്ട് ഒരു പച്ചമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പച്ചമുളക് ഒരുപാട് ചേർത്ത് കൊടുക്കരുത് കേട്ടോ. ഞാൻ ഒരെണ്ണം മാത്രമാണ് ഇതുപോലെ ചെറുതായി കട്ട് ചെയ്ത് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. വളരെ കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി. അതുപോലെ തന്നെ ഒരു 2 തണ്ട് കറിവേപ്പില ഇതുപോലെ ചെറുതായി അരിഞ്ഞിട്ട് അതും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ വെളുത്തുള്ളി പേസ്റ്റ് ഒരു 1/4 ടീസ്പൂണും ഇഞ്ചി പേസ്റ്റ് ഒരു 1/4 ടീസ്പൂണും മാത്രമാണ് കേട്ടോ ചേർത്ത് കൊടുത്തത്. നമ്മൾ എന്ത് മസാല ഇതിൽ ചേർക്കുകയാണെങ്കിലും പൊടികൾ ചേർക്കുകയാണെങ്കിലും ഒക്കെ വളരെ കുറച്ച് മാത്രമേ ചേർക്കുന്നുള്ളൂ. ആ ഒരു കാര്യം എല്ലാവരും പ്രത്യേകം ഒന്ന് നോട്ട് ചെയ്യണം കേട്ടോ. കാരണം ഇതിലൊരുപാട് മസാല ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഫൈനൽ പ്രോഡക്റ്റ് ഒരു ടേസ്റ്റും ഉണ്ടാവില്ല. നമ്മുടെ ഈ ഒരു ഫ്രൈ ഒരു ടേസ്റ്റും കിട്ടില്ല. ഒരു മസാല അതിലൊരു കുത്തുന്നൊരു ചുവ വരും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് വളരെ കുറച്ച് മസാല ഇട്ട് കൊടുക്കുന്നുള്ളൂ. ഇതിലോട്ട് ഞാൻ നമ്മുടെ മുഴുവനായിട്ടുള്ള കുരുമുളക് ചതച്ചത് ഒരു 1/4 ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, ഒരു 3/4 ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം 1/2 ടീസ്പൂൺ ഇട്ട് പിന്നെ ഒരു 1/4 ടീസ്പൂൺ കൂടെ ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഒരു 3/4 ടീസ്പൂൺ അളവിൽ, നമ്മൾ സാധാരണ എടുക്കുന്ന ചെറിയ ടീസ്പൂൺ ഉണ്ടല്ലോ, ആ ഒരു അളവിനാണ് ഞാൻ പറയുന്നത് കേട്ടോ. ഒരു ബ്രെയിനിലേക്കുള്ള ഒരു അളവാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞത്. ഇപ്പോൾ ഇതെല്ലാം നന്നായിട്ട് നമ്മളൊന്ന് മുരിച്ചെടുക്കണം, ഈ മസാലകളെല്ലാം. അപ്പോൾ ഇതിൽ കുരുമുളകിൻ്റെ ആ ഒരു ടേസ്റ്റ് കുറച്ച് കുറവുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതിൽ എരിവിന് വേണ്ടിയിട്ട് നമ്മൾ കൂടുതലായിട്ട് ചേർക്കുന്നത് കുരുമുളകാണ്. അപ്പോൾ ഞാൻ കുറച്ച് കുരുമുളകിൻ്റെ പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ആദ്യം ഞാൻ കുറച്ച് മുഴുവനായിട്ടുള്ള കുരുമുളക് ചതച്ചതാണ് 1/4 ടീസ്പൂൺ ചേർത്ത് കൊടുത്തിരുന്നത്. അപ്പോൾ കുറച്ച് എരിവ് കുറവ് തോന്നിയപ്പോൾ അത് കുറച്ചും കൂടെ ചേർത്ത് കൊടുത്തതാണ്. ഇനി നമ്മൾ ക്ലീൻ ചെയ്ത് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ബ്രെയിൻ ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതെല്ലാം, ഈ മസാലകളെല്ലാം നന്നായിട്ട് ഇതിൽ മൊരിച്ചെടുക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ വഴറ്റിയിട്ട്. ഞാൻ ഒരുപാട് വഴറ്റുന്ന വീഡിയോ അങ്ങനെ ഒരുപാട് സമയം കാണിക്കണ്ടെന്ന് വെച്ചിട്ട് അത് ചുരുക്കിയതാണ്. അപ്പോൾ നമ്മൾ ആ മസാലകളൊക്കെ നന്നായി മൊരിച്ചെടുക്കണം. അതുപോലെ തന്നെ ആ ഒരു സവാള നന്നായിട്ട് വഴന്ന് കിട്ടണം, അതൊക്കെ ശ്രദ്ധിക്കുക കേട്ടോ. ഇനി നമ്മൾ ഈ ഒരു ബ്രെയിനിൻ്റെ പീസുകൾ ഇതിൽ ചേർത്തിട്ട് ഇങ്ങനെ ഒരുപാടിട്ട് കുത്തി ഇളക്കരുത്. വളരെ സൂക്ഷിച്ചിട്ട് മാത്രം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതൊന്ന് അടച്ച് വെച്ചിട്ട് നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് അടച്ച് വെച്ചിട്ടൊരു 10 മിനിറ്റൊക്കെ മതി കേട്ടോ. ഇതിന് അധികം വേവൊന്നുള്ള സാധനമല്ല, പെട്ടെന്ന് വെന്ത് കിട്ടും. അപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. അപ്പോഴത്തേക്കും ഇത് കുക്കായിട്ടുണ്ടാവും.
ഒരു 10 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാനൊന്ന് തുറന്ന് നോക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത് കുക്കായി വന്നിട്ടുണ്ട്. പക്ഷേ എന്നാലും ഒന്നും കൂടെ ഒന്ന് ഡ്രൈ ആക്കി എടുക്കേണ്ടതുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഒന്ന് ഇളക്കിയിട്ടിട്ട് നമുക്കൊന്നും കൂടെ ഡ്രൈ ആക്കി എടുക്കാം. അപ്പോൾ നല്ല ഒരു റോസ്റ്റ് ചെയ്തെടുക്കുന്ന ഒരു പരുവത്തിലായാലുള്ളൂ ഇത് കഴിക്കുമ്പോൾ ഒന്നും കൂടെ നല്ല ടേസ്റ്റ് കിട്ടുക. അതിന് വേണ്ടിയിട്ട് ഒന്നും കൂടെ ഒന്ന് അടച്ച് വെച്ചിട്ട് 5 മിനിറ്റും കൂടെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടും കേട്ടോ. ഞാനിപ്പോൾ അത് ഡ്രൈ ആവാൻ വേണ്ടിയിട്ട് ഒരു 5 മിനിറ്റും കൂടെയാണ് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നത്. മൊത്തത്തിൽ 15 മിനിറ്റ് കൊണ്ട് നമുക്കിത് കറക്റ്റായിട്ട് നല്ല ഡ്രൈ ആയിട്ട് ഫ്രൈ ആയിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ ഇങ്ങനെ ഡ്രൈ ആക്കി എടുത്താൽ. അപ്പോൾ ഇതുണ്ടാക്കാനും വളരെ എളുപ്പമാണ്. കുക്കിംഗ് ടൈമും വളരെ കുറച്ച് മാത്രം മതി. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ നമ്മൾ ഇത് ഇളക്കുന്ന സമയത്തൊന്ന് സൂക്ഷിച്ച് ഇളക്കുക. അതല്ലെങ്കിൽ ഇതെല്ലാം ഉടഞ്ഞു പോകും. വളരെ കെയർ ചെയ്തിട്ട് ഇളക്കി കൊടുക്കാൻ ശ്രദ്ധിക്കുക. ഇനി ലാസ്റ്റ് നമുക്കിതിൽ കുറച്ച് മല്ലിയില കൂടി അരിഞ്ഞിട്ട് അതും കൂടെ ചേർത്ത് കൊടുക്കാം. അത് ലാസ്റ്റ് ചേർത്ത് കൊടുത്തിട്ട് ഇളക്കിയതിന് ശേഷം നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബ്രെയിൻ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാകും എന്ന് കരുതുന്നു. വീണ്ടും നല്ലൊരു വീഡിയോയുമായി നമുക്ക് കാണാം. അതുവരേക്കും എല്ലാവരോടും ബൈ. താങ്ക്